കൂട്ടുകാരെ, എന്താണ് ഡിവിസിബിലിറ്റി റൂൾ എന്ന് ഞാനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരാം. 456 ഡിവൈഡഡ് ബൈ 6. 4ൽ 6 ഇല്ല, 45ൽ എത്ര 6 ഉണ്ടെന്ന് നോക്കാം. 7 into 6 is 42. 5 minus 2 is 3. 4 minus 4 is 0. ഈ 6 താഴേക്ക് വരും. 36ൽ 6 times. 6 are 36. 6 minus 6 is 0. 3 minus 3 is 0. അപ്പോൾ ഇവിടെ നമുക്ക് റിമൈൻഡർ 0 എന്നാണ് വന്നത്. 456 is divisible by 6 എന്ന് പറയാം. വേറൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്യാം. 692 divided by 6. 1 6 is 6. 6 minus 6 is 0. ഈ 9 താഴേക്ക് വരും. 9ൽ 6 1 time. 1 into 6 is 6. 9 minus 6 is 3. ഈ 2 താഴേക്ക് വരും. 32ൽ 6 5 times. 5 6 are 30. 2 minus 0 is 2. 3 minus 3 is 0. അപ്പോൾ നമുക്ക് റിമൈൻഡർ 2 വന്നു. അപ്പോൾ 692 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 6 എന്ന് പറയാം. ഒരു നമ്പർ മറ്റൊരു നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ ഒന്നും ഇല്ലെങ്കിൽ നമുക്കതിന് ഡിവിസിബിൾ ആണെന്ന് പറയാം. റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ ഡിവിസിബിൾ അല്ല എന്ന് പറയാം. ഇതാണ് ഡിവിസിബിലിറ്റി. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 6 നോക്കാം ഇനി നമുക്ക്. അതും ഞാൻ എക്സാമ്പിൾ എഴുതി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 264 എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് നോക്കേണ്ടത് ഇത് ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ എന്നാണ്. അതിന് നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആണെങ്കിൽ ഈ നമ്പർ മുഴുവൻ ഈവൻ ആണ് അല്ലേ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ നമ്പർ ഡിവിസിബിൾ ബൈ 3 ആണോ എന്നാണ്. ഡിവിസിബിൾ ബൈ 3യുടെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നമ്മൾ എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്തത്? 2 + 6 + 4 ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് 2 + 6 8, 8 + 4 12 എന്ന് കിട്ടി. 12 3യുടെ ടേബിളിലുണ്ടല്ലോ. അപ്പോൾ ഇത് ഡിവിസിബിൾ ബൈ 3 ആണ്, ഇത് ഡിവിസിബിൾ ബൈ 2 ആണ്. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിവിസിബിൾ ബൈ 6 ആണോ എന്ന് നോക്കാൻ ആദ്യം അത് ഡിവിസിബിൾ ബൈ 2 ആണോ എന്ന് നോക്കാം. അതായത് ഈവൻ നമ്പർ ആണോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് അത് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്നുകൂടെ നോക്കുക. അപ്പോൾ ഇനി വേറൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. 1566. ഇത് നോക്കൂ, ഇത് ഡിവിസിബിൾ ബൈ 2 ആണല്ലേ. ഇവിടെ ഈവൻ നമ്പർ ആണുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നോക്കാം. അതിന് 1 + 5 + 6 + 6 ചെയ്ത് നോക്കണം. 1 + 5 6 ആണ്. 6 + 6 12. 12 + 6 18. 18 3യുടെ ടേബിളിലുണ്ടല്ലോ. 6 3s are 18 അല്ലേ. അപ്പോൾ ഇതും ഡിവിസിബിൾ ബൈ 6 ആണെന്ന് പറയാം നമുക്ക്. 82,392. ഇതിൽ നമുക്ക് ലാസ്റ്റ് കാണുന്നത് ഈവൻ നമ്പറാണ്. അപ്പോൾ ഇനി ഇത് ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നമുക്ക് നോക്കാം. 8 + 2 + 3 + 9 + 2. 8 + 2 is 10. 10 + 3 is 13. 13 + 9 is 22. 22 + 2 is 24. 24 3യുടെ ടേബിളിലുണ്ടോ? 8 3s are 24 അല്ലേ. ആദ്യം നമ്മൾ ഈവൻ നമ്പർ ആണോ എന്ന് നോക്കി, അതായത് ഡിവിസിബിൾ ബൈ 2 ആണോ എന്ന് നോക്കി, പിന്നെ ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നോക്കി. രണ്ടും ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 49,325. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കാം. ഇത് ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പറാണ്. അപ്പോൾ തന്നെ നമുക്ക് പറയാം 49,325 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 6 എന്ന്. 7,058. ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ 8 ആണുള്ളത്. ഈവൻ നമ്പറാണ്, ഡിവിസിബിൾ ബൈ 2 ആണ്. അപ്പോൾ ഇനി നമുക്ക് ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് നോക്കാം. 7 + 0 + 5 + 8. 7 + 0 7. 7 + 5 is 12. 12 + 8 is 20. 23യുടെ ടേബിളിലില്ല. അതുകൊണ്ട് ഈ നമ്പർ ഡിവിസിബിൾ ബൈ 6 അല്ല. ഒരു നമ്പർ കൂടെ നോക്കാം നമുക്ക്. 10,536. ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ 6 ആണ്. അതുകൊണ്ട് ഇത് ഡിവിസിബിൾ ബൈ 2 ആണെന്ന് പറയാം. ഇനി ഡിവിസിബിൾ ബൈ 3 ആണോ എന്ന് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ 6 ആണോ അല്ലേ എന്ന് മനസ്സിലാവും. 1 + 0 + 5 + 3 + 6.
1 plus 0 is 1 plus 5 is 6, 6 plus 3 is 9, 9 plus 6 is 15. 15 3യുടെ ടേബിളിലുണ്ട്. ഇത് ഡിവിസിബിൾ ബൈ 6 ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ നമ്പറുകളിൽ 264ഉം 1566ഉം 82,392ഉം 10,536ഉം ഡിവിസിബിൾ ബൈ 6 ആണ്. ഈ രണ്ട് നമ്പേഴ്സും ആണ് ഡിവിസിബിൾ ബൈ 6 അല്ലാതായത്. അതിന് കാരണം ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസിലുള്ളത് 5 ആണ്. 5 ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ 6ൻ്റെ ഡിവിസിബിൾ ആയിരിക്കില്ല. ഇവിടെ ഈവൻ നമ്പർ തന്നെ ആയിരുന്നു വൺസിൻ്റെ പ്ലേസിൽ. പക്ഷെ നമ്മളിതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ അത് ഡിവിസിബിൾ ബൈ 3 ആയിരുന്നില്ല. ഡിവിസിബിൾ ബൈ 3 അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 6ഉം ആയിരിക്കില്ല കേട്ടോ. എല്ലാവർക്കും മനസ്സിലായല്ലോ കൂട്ടുകാരെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അത് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോയെക്കുറിച്ച് ഒന്ന് പറയണേ. പിന്നെ കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും 5ൻ്റെയും ഡിവിസിബിലിറ്റി റൂൾസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം കാണണം. ഇനി ഇതിന് ശേഷമുള്ള നമ്പേഴ്സിൻ്റെ വീഡിയോസും നമ്മൾ അടുത്തടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.